അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു സോയ ചങ്ക്സ് ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ. ഇതാണെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ ചായയുടെ കൂടെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റുള്ളൊരു സോയ ചങ്ക്സ് ഫ്രൈ ആണിത്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ചധികം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ശകലം ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നേ. 1 കപ്പ് സോയ ചങ്ക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് കുതിർന്ന് വീർത്ത് വരും. കണ്ടില്ലേ, നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ വെള്ളം ഊറ്റിക്കളയുക. ഊറ്റി കഴിഞ്ഞിട്ട് ഇതിലോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ചൂടൊക്കെ നല്ലതായിട്ട് പോകണം. ചൂട് പോയി കഴിയുമ്പോൾ കൈ കൊണ്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് പിഴിഞ്ഞെടുക്കണം. ഇതിലൊട്ടും വെള്ളം കാണരുത് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന സോയ ചങ്ക്സ് കുറച്ച് വലുതായിരുന്നേ. വീർത്ത് വന്നപ്പോൾ കുറേയോടെ വലുതായി. അപ്പോൾ ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയ സോയ ചങ്ക്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഡയറക്റ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് ഇത് ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പോട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മീൻ വറക്കാൻ നേരത്ത് നമ്മൾ മസാല എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് അതേ രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് സോയ ചങ്ക്സ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് അരമണിക്കൂർ എന്തെങ്കിലും ഇതിനെ ഒന്ന് മാറ്റി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞൊരു ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി കുത്തിക്കൊള്ളിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കരുത്, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി ഒരു സൈഡ് വന്നു കഴിഞ്ഞ് മാത്രം ഇതിനെ ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് 2-3 പച്ചമുളക് കൂടി ഇതിലോട്ട് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനെ ഫ്രൈ ചെയ്ത് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള സോയ ചങ്ക്സ് ഫ്രൈ ആണിത്. നിങ്ങൾക്ക് വെറുതെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ.